ഈസി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കരിക്ക് ചിക്കൻ ആണ്. കരിക്ക് ചിക്കൻ ആരും അങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇത് നന്നായി പേസ്റ്റ് ഒന്നും അരക്കേണ്ട ആവശ്യമില്ല, കുറച്ച് അരച്ചെടുത്താൽ മതി, എന്നാലുള്ളൂ ചിക്കനിൽ പിടിക്കുക. പിന്നെ വേണ്ടത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ്, അത് ആവശ്യത്തിന് നമുക്ക് എടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ഉപ്പാണ്, അതും ആവശ്യത്തിന് മാത്രമാണ്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിൽ 3 ടേബിൾ സ്പൂണാണ്. പിന്നെ വേണ്ടത് നമ്മുടെ കുരുമുളക് പൊടിയാണ്, അത് ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, വേണമെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ടത് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി കൂടുതൽ ഇട്ട് കൊടുത്താൽ കരിഞ്ഞു പോകും. പിന്നെ വേണ്ടത് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്. പിന്നെ വേണ്ടത് നമുക്ക് കുരുമുളക് പൊടി, എരിവിനനുസരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കനിലേക്കുള്ള മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മസാല നല്ലോണം പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലുകളില്ലാത്ത ചിക്കൻ മാത്രം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക, ചെറിയ ചിക്കൻ ആയിരിക്കണം. നമുക്കിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ എല്ലാം ഒന്ന് മസാല തേച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കരിക്കിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ ചിക്കൻ ഇടാനുള്ള കരിക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളവും കയമ്പും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് സവാള നീളത്തിലരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളി അതേപോലെ നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് 3 കക്കരിക്ക ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നാലുള്ള കറിവേപ്പിലേൻ്റെ രുചി ഒന്ന് വരിക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കരിക്കിലെ ചിക്കൻ എല്ലാം ഓരോ ലെയറായിട്ട് കൊടുക്കണം. നേരത്തെ പോലെ തന്നെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ ചിക്കൻ എടുക്കാം, ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. നമുക്ക് 3ാമത്തെ ലെയറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഫില്ല് ചെയ്യാനായിക്കണ്. അപ്പോൾ നമ്മുടെ കരിക്ക് ഇവിടെ ഫില്ലായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ചപ്പാത്തി പോലെ കുഴച്ചെടുത്ത ഗോതമ്പ് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കരിക്കിനെ ഇവിടെ ഗോതമ്പ് മാവ് കൊണ്ട് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തീയെല്ലാം നല്ലോണം കത്തിപ്പിടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്തത് ഒരു ചെറിയ കുഴി കുത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മുടെ കരിക്ക് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ വിറകെല്ലാം വെച്ച് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കരിക്ക് 2 മണിക്കൂറെങ്കിലും ഇങ്ങനെ കത്തിച്ചു കൊണ്ടേയിരിക്കണം, എന്നാലുള്ളൂ നല്ലോണം കുക്കായി കിട്ടുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കരിക്കിൻ്റെ അവസ്ഥ. ഞാനിത് തീയിൽ നിന്നൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്.
നല്ല സ്മെല്ലൊക്കെ അടിപൊളി സ്മെല്ലാണ് വരുന്നത്. നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കരിക്ക് ചിക്കൻ ഇപ്പോൾ പൊളിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കരിക്ക് ചിക്കൻ എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. വായിൽ വെള്ളം ഊറുന്നുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. കരിക്കിൻ്റെ പുറത്തുള്ള ആ രുചി തന്നെയാണ് നമ്മുടെ ഉള്ളിലത്തെ കയമ്പൊക്കെ പാടെ കൂടിങ്ങാണ്ടില്ലേ രുചി തന്നെയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കരിക്ക് റെസിപ്പി ആരും ഉണ്ടാക്കാമെന്നാണ് എൻ്റെ വിചാരം. നിങ്ങളിതുപോലെ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.